ഹലോ ഗൈസ്, അപ്പം നമ്മൾ പാർട്ട് 2 സ്റ്റിച്ചിങ് ആയിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ ജെംപ് സൂട്ടിൻ്റെ കേട്ടോ. അപ്പം നീ നമ്മുടെ ജെംപ് സൂട്ടിൻ്റെ ബോഡി ഭാഗത്തിൻ്റെ ലൈനിങ്ങിലേക്ക് നല്ല പോലെ ഇട്ടിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ കൈക്കുഴി തൊട്ട് ഷോൾഡർ, കഴുത്ത്, ഇപ്പുറത്തെ കൈക്കുഴി അങ്ങനെ ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ. അതിനുശേഷം ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിബ് വെക്കാൻ വേണ്ടി ഒരു ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സിബ് വെക്കണതിൻ്റെ ഒപ്പം ആയാലും കുഴപ്പമില്ല, നമ്മുടെ കംഫർട്ട് എങ്ങനെയാണ് അതുപോലെ ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം നമ്മൾ അടിക്കുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിങ് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇടണം. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പീസുകളൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു ഹോൾ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു സ്റ്റിച്ച് ചെയ്യണമെന്ന്. അവിടേക്ക് നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ നല്ല പുറം ഇട്ടിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ, അതായത് നല്ല പുറത്ത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നല്ലപ്പുറം കൂട്ടി വരുന്ന രീതിക്ക് ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോട്ടാം. നമ്മളല്ലെങ്കിൽ രണ്ട് പുറം വെച്ച് മറ്റേ രീതിക്കാണ് ചെയ്യാറ് സാധാരണ. ഇതൊരു വേറെ മോഡലാണ് കേട്ടോ. പിന്നെ നമ്മൾ സിബിൻ്റെ ഇവിടെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം സിബ്, നമ്മൾ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കണേ. അപ്പോൾ അത് വെക്കുക. അത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഈ ബോഡി ഭാഗം ഓൾമോസ്റ്റ് സെറ്റായിട്ട് ഒന്ന് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതടിച്ച് നമ്മൾ അടിയൊക്കെ ഒപ്പത്തിനാക്കിയതിന് ശേഷം ബോഡി ഭാഗം സെറ്റായി. ഇനി പാൻറ്റാണ്. പാൻറ്റ് വേറെ പണിയൊന്നുമില്ല, നമ്മൾ ലൈനിങ്ങും ഇതും അതേ അളവിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മെയിൻ തുണിയുടെ പുറത്ത് ലൈനിങ് ഇട്ടിട്ട് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതെടുക്കുക, അതായത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് അല്ല നല്ല പുറത്തിൽ അറ്റാച്ച് ചെയ്തെടുക്കുക, അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഫുൾ അങ്ങനെ രണ്ട് കാലും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നല്ല പുറം തമ്മിൽ കൂട്ടിയിട്ടതിന് ശേഷം ഈ ഒരു ഫാനിൻ്റെ മോൾ ഭാഗമല്ലേ, ആ ബോട്ടത്തിൻ്റെ മോൾ ഭാഗത്തിൻ്റെ ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കുക. അപ്പോൾ ഏകദേശം പാൻറ്റിൻ്റെ ഒരു കോലം രൂപമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടി മടക്കിയടിക്കണം. നമ്മുടെ ലെങ്ത്ത് നോക്കി അടി മടക്കിയടിക്കുക. കുറച്ച് വീതിയിൽ തന്നെ അടിക്കണം കേട്ടോ, പാൻറ്റ് ആയതുകൊണ്ട് വീതിയിൽ മടക്കിയടിക്കുന്നതാണ് എപ്പോഴും. അതിനുശേഷം നമ്മുടെ ഈ കാലിൻ്റെ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വണ്ണനുസരിച്ച് കാലിൻ്റെ ഭാഗം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റ് ഇതും സെറ്റായിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക, അതായത് നല്ലപ്പുറം തമ്മിൽ കൂട്ടി വെച്ചിട്ട് ബോഡി ഭാഗം ബോട്ടം ഭാഗം യോജിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതും ഡബിൾ സ്റ്റിച്ച് ആയിട്ട് ഇങ്ങനെ യോജിച്ചാൽ കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ വെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഇത്തിരി ലൂസായിട്ടായിട്ടുണ്ടായിരിക്കുക. നമ്മളിത്തിരി വലിയ സൈസിലായിട്ട് തന്നെയാണ്, ഓവർ സൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചുരുങ്ങി നിൽക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ കൂടെ അലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അലാസ്റ്റിക് വെക്കുമ്പോൾ കുറച്ച് വീതിയുള്ള അലാസ്റ്റിക് തന്നെ വെക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ജെംപ് സൂട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.